ഞാൻ ഇന്ന് രാവിലെ കൊടുവള്ളിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടതാണ് സമ്മേളന നഗരിയിലേക്ക്. കൊടുവള്ളി മുതൽ കുനിയ വരെ ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും കാണുന്നത് സമസ്തയുടെ സമ്മേളന വൈബാണ് എന്നാണ് പറയാനുള്ളത്. എല്ലായിടത്തും കവാടങ്ങൾ, എല്ലായിടത്തും പോസ്റ്ററുകൾ, റെയിൽവേ സ്റ്റേഷനിൽ സമസ്തയുടെ മക്കൾ, ആയിരക്കണക്കിന് മക്കൾ, വഴിത്താരകളിൽ സമസ്തയുടെ മക്കൾ, എങ്ങും ഇന്ന് കേരളത്തിൽ സമസ്തയുടെ ഈ സമ്മേളനമാണ് ചർച്ചാ വിഷയം. ഇത് മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രത്തെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു നിമിഷമാണ് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ കൂടെ ഞാനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ തന്നെ രണ്ടായി രേഖപ്പെടുത്തുന്നത് സമസ്ത കേരള ജമിയത്തുലുമയുടെ 100ാം വാർഷികത്തിന് മുൻപും ശേഷവും എന്ന രീതിയിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ട്. കാരണം ഒരു 33,313 അതിനേക്കാൾ അംഗങ്ങളുള്ള ഒരു ക്യാമ്പ്. എങ്ങനെയാണ് ഒരു ക്യാമ്പിനെ വിലയിരുത്തുന്നത്? ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തല സാർ ഈ ക്യാമ്പിന് വന്നപ്പോൾ പറഞ്ഞത് ഇത് മഹാ അത്ഭുതമാണ് എന്നാണ്. ഇന്ന് ഈ ക്യാമ്പിന് വന്ന് ഇതിൻ്റെ വിലയിരുത്തലുകൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സമസ്തയുടെ നേതാക്കളുടെ ഒപ്പം ഇരുന്ന് കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് മഹാത്ഭുതമല്ല, ഇത് ലോകാത്ഭുതമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് പറയാനുള്ളത്. ശരിക്കും പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു സംഘാടകനാണ്. ആ ഒരു സംഘാടകന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള, നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങൾ എങ്ങനെയാണ്? വളരെ ഹൃദ്യമായ സമീപനമാണ്. ഞാൻ സമസ്തയുടെ വേദികളിലൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഞാനെന്ന്. അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇതര മതസ്ഥനായ എന്നെപ്പോലും സമസ്ത ചേർത്ത് പിടിക്കുന്ന രീതി, അങ്ങനെ ചേർത്ത് പിടിക്കുന്നതിലൂടെ സമസ്ത കഴിഞ്ഞ 100 കൊല്ലവും തെളിയിച്ചിരിക്കുന്നത് ഇത് സർവമായി ചേർത്ത് പിടിക്കുന്ന സർവാശ്ലേഷകമായ ഒരു പ്രസ്ഥാനമാണ് എന്ന് സമസ്ത തെളിയിച്ചിരിക്കുകയാണ്. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യത്വത്തിൻ്റെ കണ്ണികൾ കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് 100 കൊല്ലം പിന്നിടുക എന്ന് പറയുന്നത് അത് സമസ്തയ്ക്ക് മാത്രം സാധ്യമാകുന്ന ഒരു അപൂർവ നേട്ടമാണ്. ആ നേട്ടത്തിൻ്റെ മാധുര്യം നുണയാൻ, ആ നേട്ടത്തിൻ്റെ ആ ചേർത്ത് നിൽപ്പിൻ്റെ സൗരഭ്യം ആസ്വദിക്കാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അതിൽ വാക്കുകൾക്ക് അതീതമായ സന്തോഷമുണ്ട്.